തരപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. വീട്ടുകാര് കല്യാണാലോചനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. 1 മാസത്തേക്ക് മതിയടാ. ജോലി കിട്ടിയാലേ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. മക്കളെ, നിന്റെ ജാതകം ഏത് ടൈപ്പാന്നുള്ളത് നിനക്ക് അറിയാമല്ലോ. ഇനി 1-2 മാസം കൂടെ ഉള്ളു. ഞാൻ പറഞ്ഞൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അധികം താമസിക്കല്ലേ മക്കളെ. കോൾ സെന്ററിലെ ജോലി എന്നൊക്കെ പറയുമ്പോൾ അളിയ കോൾ സെന്ററിലെ ജോലി അടിപൊളിയോ. ഒരിടത്ത് ഇരുന്നാ മതിയെന്ന്. ഒരിടത്തിരുന്ന് തെറിയേക്കാൻ വേണ്ടിയായിരിക്കും. എടാ, AC റൂമില് സുഖം ജോലിയാ. ഈ ഒരു ജോലിക്ക് ബുദ്ധി സാമർത്ഥ്യം മാത്രം പോരാ, നല്ലൊരു മനസ്സും ആളെ വീഴ്ത്താനുള്ള വർത്തമാന ശേഷിയും. നമുക്കൊരു 10 ദിവസത്തെ ട്രെയിനിങ് കാണും. ആ സമയത്ത് സാലറി ഒന്നും പ്രതീക്ഷിക്കരുത്. സാർ, എനിക്ക് ട്രെയിനിങ് വേണമെന്നില്ല. ഞാൻ ഡയറക്റ്റ് ജോലിക്ക് കയറിക്കോളാം. എടാ, അത് ട്രെയിനിങ് ഇല്ലാതെ തനിക്കത് ഓക്കെ ആവോ? അത് കുഴപ്പമില്ല സാർ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇന്ന് തന്നെ അങ്ങ് ജോയിൻ ചെയ്തു. അപ്പൊ വെൽക്കം ടു കൃഷ്ണൻകുട്ടി കോൺസെപ്റ്റ്. ഹലോ, ഹായ്. പുതിയ ജോയിൻ അല്ലേ? അതെ അതെ. പേരെന്തുവാ? നികേഷ്. ന്യൂസ് റിപ്പോർട്ടർ. പുള്ളിയുടെ യാത്ര ബന്ധമില്ല. അല്ലല്ലേ. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ പണിയായുധം. നിങ്ങൾ എത്ര വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുക? ഞാനൊരു 10 വർഷമായി. 10 കൊല്ലോ? ഈ 10 കൊല്ലമായിട്ടൊക്കെ ഒരു സ്ഥാപനത്തിൽ തന്നെ എങ്ങനെ ജോലി ചെയ്യാൻ പറ്റുന്നു? അത് ഈ ജോലി അതെന്ന് പറഞ്ഞാല് എന്റെ ആഗ്രഹവും പാഷനും ഒക്കെ ഈ ജോലിയാണ്. അപ്പൊ ഞാൻ മനസ്സിൽ കണ്ട ജോലിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഈ ജോലിയിൽ എന്തെന്നില്ലാത്ത സംതൃപ്തനാണ്. തുടക്കത്തിൽ തന്നെ നല്ലൊരു മോട്ടിവേഷനെ. താങ്ക് യു. സ്റ്റാർട്ട് ചെയ്തോട്ടെ? പിന്നെന്താ. ആദ്യത്തെ കോള. ഹലോ സാർ, നമസ്കാരം. നിങ്ങളുടെ ഈ ഓയിൽ ശരിയല്ലല്ലോ. സാർ, ഓയില് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു മതി സാർ. നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ആ ഒരു കുപ്പി മൊത്തം ഞാൻ തീർത്ത്. എന്നിട്ട് വർക്ക് ആവുന്നില്ലേ? ഇല്ല. 12 മണിയാ സാർ? 12 മണിക്കാണോ സാർ രാത്രിയിൽ സാർ എണ്ണ തേക്കുന്നത്? പിന്നെ അല്ലാതെ പിന്നെ എപ്പോഴാണോ തേക്കണ്ടേ? എന്നിട്ട് ചേട്ടാ, സാർ ഒരു മിനിറ്റ്. നമ്മളെവിടെ ഈ തലയിൽ തേക്കുന്ന ഓയിൽ വല്ലതും കൊടുക്കുന്നുണ്ട്? ഇല്ല. അതെന്താ അങ്ങനെ ചോദിച്ച? അല്ല, വർക്ക് ആവുന്നില്ലെന്ന് പറയുന്ന ഓയിൽ ഒരു കസ്റ്റമർ വിളിച്ചിട്ട്. ഓ, ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കിയില്ലയോ? എടുത്തില്ലായിരുന്നു, ഡയറക്റ്റ് ഓടിക്കുക. അതുകൊണ്ടാണ്. എടോ, നമ്മളിവിടെ 2 തരത്തിലുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിവിടെ സെല് ചെയ്യുന്ന പ്രോഡക്ട്സിന് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനാണ് കസ്റ്റമർ നമ്മളെ വിളിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം, നമ്മളെ വിളിക്കുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ സംതൃപ്തിപ്പെടുത്തി കൊടുത്താൽ അവർ നമ്മളെ വീണ്ടും വിളിക്കും. അവർക്ക് സന്തോഷമായി കഴിഞ്ഞാൽ അവർ നമുക്ക് ടിപ്പ് തരും. നമ്മുടെ ലെവൽ മേപ്പോട്ട് പൊക്കോണ്ടേയിരിക്കും. ഹലോ ഹലോ ഹലോ, ഇത് സ്ട്രേഞ്ചേഴ്സ് കോൾ അല്ലേ? അതെ, സ്ട്രേഞ്ചേഴ്സ് കോൾ ആണ്. ആണോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ചേട്ടാ, ഒന്നും മിണ്ടാതെ. പിന്നെ മിണ്ടുന്നുണ്ടല്ലോ, പറഞ്ഞു. നാണുണ്ടല്ലേ? ഹലോ ഹലോ, നമ്മള് ബീരാൻകുട്ടി. രക്ഷപ്പെട്ടു. പുള്ളക്ക് സുഖമാണോ? അല്ല, സാർ എവിടുന്ന് വിളിക്കുന്നത്? ഞമ്മളങ്ങ് കോഴിക്കോട്. മക്കള് പൊറാട്ടയും ബീഫും കഴിച്ചോക്കളെ, നമ്മള് വാങ്ങിച്ചരാന്ന്. മക്കള് പറ. ഹലോ ഹലോ. എടാ, നീ എന്താ ഫോൺ വിളിച്ചെടുക്കാത്തെ? എടീ, ജോലി ഇച്ചിരി കട്ടി ജോലിയാ. എന്നാലും ഞാൻ വിളിച്ച ഫോൺ എടുക്കണ്ടേ? പഴയതുപോലൊന്നും അല്ല. നിനക്കിപ്പോ എന്നോട് ഒട്ടും താല്പര്യമില്ല. രാത്രി ഫോൺ വിളിച്ചാ പോലും എടുക്കത്തില്ല. എടി, ഞാൻ വിളിക്കാം, നീ വെച്ചേ. എടോ, ഇത് ഭയങ്കര ചെയ്തായി പോയിട്ടോ. എടോ, തന്നോട് കാര്യങ്ങളെല്ലാം എല്ലാരും പറഞ്ഞല്ലയോ, താനൊന്ന് റിവൈസ് ചെയ്ത് നോക്കി. സാലറിയൊക്കെ വളരെ വളരെ കുറവായിരിക്കും, പക്ഷേ ഇതുകൊണ്ടുള്ളൊരു സന്തോഷം വലുതാ. എടാ, AC റൂമില് സുഖം ജോലിയാ, നല്ലൊരു മനസ്സും ആളെ വീഴ്ത്താനുള്ള വർത്തമാന ശേഷി. കണ്ടോ, തനിക്ക് ട്രെയിനിങ് പോലും വേണ്ട. താൻ ഭയങ്കര ആക്രാന്തം പിടിച്ച് കയറിയല്ലയോ, അനുഭവിക്കും. എനിക്ക് ജോലി വേണ്ട, ഞാൻ പോവാ. എവിടെപ്പാ? എടാ, ബോണ്ടല്ലതാ. തനിക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല. സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ ഇരിക്കും. ഏതെങ്കിലും കസ്റ്റമറിന്റെ ഉടക്കാം, അപ്പം പറഞ്ഞോട്ടുള്ളതായിരിക്കും. സംസാരിക്കാൻ സൗകര്യമില്ല, വെച്ചിട്ട് പോടോ. കസ്റ്റമറോട് ഉടക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിൽ പോകാൻ ചിന്തയുണ്ടില്ലയോ? കുഴപ്പമില്ല, ഓരോ ഉടക്കിനും സാലറി കട്ടാവത്തേ ഉള്ളൂ. ഇവിടുന്ന് പറഞ്ഞു വിടത്തില്ല കേട്ടോ. എന്നാൽ ഇയാളിത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പാഷൻ ഇതിനെ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി.
ഹലോ മാഡം. ഹലോ മാഡം പറഞ്ഞോളൂ. ഞാൻ ആദ്യമായിട്ടാണ്. ഓ ഞാൻ ആദ്യമായിട്ടല്ല, എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. മാഡം പറഞ്ഞോളൂ, മാഡത്തിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ആ. ചിക്കൻ ബിരിയാണി തമിഴ്നാട് സ്റ്റൈല്. മാഡത്തിന് ഇഷ്ടപ്പെട്ട കളർ റെഡ്. ഇഷ്ടപ്പെട്ട ഡ്രസ് ചുരിദാറ്. വയലറ്റിന് കൂടുതൽ പ്രിഫറൻസ്. എന്റെ നികേഷിന് മാത്രമേ ഇതെല്ലാം അറിയത്തുള്ളായിരുന്നു. നികേഷ് വന്നു. നീ ഇപ്പൊ ഭയങ്കരമായിട്ട് അങ്ങ് എക്സ്പീരിയൻസ്ഡ് ആയി അല്ലേ? നീ പറഞ്ഞില്ലേ ജോലിക്ക് പോയത്? ജോലിക്ക് പോയെന്ന് പറഞ്ഞു. എന്നോട് ഒരു തരത്തിലുള്ള സ്നേഹവും അടുപ്പൊന്നും നീ കാണിക്കാറില്ലായിരുന്നല്ലോ. മാത്രമല്ല ഇത്രയും വൃത്തിയായിട്ട ജോലിയാന്ന് ഞാൻ അറിഞ്ഞതുമില്ല. ഞാനും. എന്നോട് താല്പര്യമില്ലാത്ത ആളെ ഞാനങ്ങനെ കല്യാണം കഴിക്കും? എനിക്കൊന്നുകൂടെ ഒന്ന് ആലോചിക്കണം. ഉണ്ടായിരുന്ന പെണ്ണൊക്കെ പോയില്ലേ? എല്ലാം പോയി. എല്ലാം പോയിട്ടില്ല. ഇപ്പോഴും കൃഷ്ണൻകുട്ടി കോൾ സെന്റർ വെയിറ്റിംഗ് ആണ് നിനക്ക് വേണ്ടി. വാ വാന്ന്. സാറെന്തായാലും കൊള്ളാലോ, നല്ല വൈബ് മനുഷ്യൻ. ലൈഫൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ അല്ലയോ? ഹലോ ഹലോ സാറേ പോയോ? ഹലോ 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 സാറ്. സാർ അങ്ങോട്ട് പോയി, ഇനി ഞാനാ സംസാരിക്കുന്നത്. ഓ ശരി മാഡം. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ. അല്ല മാഡം അല്ലേ കുറച്ച് മുമ്പ് അങ്ങോട്ട് വിളിച്ചേ? അതെ ഞാൻ തന്നെ. പറഞ്ഞോളൂ മാഡം. ഓക്കെ ശരി മാഡം. ഹലോ ഹലോ മാഡം വീണ്ടും? അതെ ഞാൻ തന്നെ. പിന്നെ പറഞ്ഞോളൂ മാഡം. അല്ല മാഡം ഒരു കാര്യമുണ്ട്, ഞാനിന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ മാഡത്തോട് മാത്രമാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. എടാ തന്നെ വയസ്സിക്കുന്നില്ലല്ലോ, ഞാൻ റീചാർജ് ചെയ്തിട്ടല്ലേ സംസാരിക്കുന്നേ. പറഞ്ഞോളൂ. മാഡം ഇന്നത്തെ ഓഫീസ് ടൈം കഴിഞ്ഞു, അപ്പോൾ ഞാനിന്ന് അങ്ങോട്ട് പൊക്കോട്ടെ. ഓ ശരി. ഹലോ 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 ഹലോ. പറടാ. എനിക്ക് അത്യാവശ്യമായിട്ടേ ഒരു അഡ്രസ്സ് വേണം, ഞാൻ ഒരു നമ്പർ സെൻഡ് ചെയ്യാം. ഓക്കെ എടാ ഇത് ഷാജഹാൻ എന്ന് പറഞ്ഞ നമ്പറാണല്ലോ. ആണാണല്ലേ? ആണാണ്. എടാ അഡ്രസ് ഒന്ന് വേണം, അയച്ചേക്കണേ. അഡ്രസ് അവൻ പറഞ്ഞ അഡ്രസ് ഇതാണല്ലോ. ഈ വീടിന്റെ ഫ്രണ്ടിൽ എന്തോ ആളുണ്ട് അറപ്പൊക്കെ. ചേട്ടാ പുള്ളിക്ക് എന്തോ പറ്റിയേ? അറിഞ്ഞില്ലായിരുന്നു, ആക്സിഡന്റ് ആയിരുന്നു. ഒരു പെണ്ണും ചെറുക്കനും കൂടെ കൂട്ടിയിടിച്ചിയ. പെണ്ണ് ന്യൂസിനകത്ത് അത് കണ്ടില്ലായിരുന്നോ? ഫോണിനകത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ലൈഫൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ അല്ലയോ? ഹലോ ഹലോ സാറേ. ഹലോ ഹലോ സാർ. സാർ അങ്ങോട്ട് പോയി, ഇനി ഞാനാ സംസാരിക്കുന്നത്.